അമേരിക്കയിലെ തീക്കാറ്റ് അത് സംഹാര താണ്ഡവം തുടരുകയാണ്. അമേരിക്കയിൽ ഇങ്ങനെ ഒരു കാറ്റേ ഉണ്ടായിട്ടില്ല എന്നും ലോസ് ഏഞ്ചൽസിനോ കാലിഫോർണിയയ്ക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും തീവ്ര ഇസ്ലാമികവാദികളാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നും ഇത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ പിന്തുണച്ചതിനുള്ള ശിക്ഷയാണെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ചില യൂട്യൂബർമാർ, വർഗീയ വെറിയന്മാർ നിരവധിയായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് അമേരിക്കയിലെ ഈ തീക്കാറ്റ് വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നവർ തീവ്ര ചിന്താഗതിക്കാരാണ്. അവർ അമേരിക്കയെക്കുറിച്ച് കള്ളം പറയുകയാണ്, അമേരിക്കയിൽ അങ്ങനെ ഒന്നുമില്ല എന്ന രീതിയിലാണ് പല യൂട്യൂബർമാരും അതുപോലെ തന്നെ പോസ്റ്റർ ഒട്ടിപ്പുകാരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തുന്നത്. അതായത് ഒരു പ്രകൃതിക്ഷോഭം അമേരിക്കയിൽ ഉണ്ടായപ്പോൾ അത് ഗസയിലേതിന് സമാനമായ രീതിയിൽ അമേരിക്കയിലെ പല പ്രദേശങ്ങളെയും മാറ്റി എന്ന ഒരു താരതമ്യം നടത്തിയാൽ പോലും അത് വലിയ കുറ്റമാണ്, നിങ്ങൾ തീവ്ര ചിന്താഗതിക്കാരാണ്, ഇസ്ലാമിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറയ്ക്കുന്ന കുറേ വർഗീയവാദികൾ ഇവിടെയുണ്ട്. അവരായിരുന്നു അമേരിക്കയെക്കുറിച്ച് പറയുന്നതൊക്കെ കള്ളം എന്ന ലേബലൊട്ടിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടിയിരുന്നത്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ നോക്കി പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും നമുക്കും വിഷമമുണ്ട്. ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ തീക്കാറ്റ്, പ്രകൃതിക്ഷോഭം കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഉണ്ടാകുന്നു. അവിടെ സാധാരണക്കാർ മരിക്കുന്നു, പതിനായിരക്കണക്കിന് പേർ, ലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്യപ്പെടുന്നു, അവർക്ക് വീടുകളില്ലാതാകുന്നു, അവർ തെരുവിൽ നിൽക്കുന്നു. ഇതൊക്കെ നമുക്കും വിഷമമുള്ള കാര്യമാണ്. നമ്മളതിലൊക്കെ അപലപിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അസാധാരണ പ്രതിഭാസം എന്തുകൊണ്ട് അമേരിക്കയിൽ ഉണ്ടാകുന്നു? 129 കിലോമീറ്ററിലേക്ക് കൊടുങ്കാറ്റിൻ്റെ വേഗത ഉയർന്നിരിക്കുകയാണ്. ഇനിയും കുറേ ദിവസങ്ങളോളം അവിടെ അത് ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ മനോരമ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നതിൻ്റെ ചിത്രമടക്കം മനോരമ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗുരുതരമായ അവസ്ഥയാണ് അമേരിക്കയിലെന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ, സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും ഇൻ്റർനെറ്റ് ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയും അമേരിക്കയിൽ അകാരണമായ എന്തോ ഒരു കാരണം കൊണ്ട്, അതായത് ഇത്ര വലിയ ഒരു ലോകശക്തിയായിട്ടും ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്തത് തീർച്ചയായും അകാരണമാണ്. അല്ലെങ്കിൽ അതൊരു അത്ഭുതാവഹമായ സവിശേഷമായ ഒരു കാര്യമാണ്, നമുക്ക് അമ്പരപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ലോകശക്തിയാണ്, എല്ലാ രാജ്യങ്ങളിലെയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നവരാണ്, യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ശക്തിയാണ്. ഗസയെ വെണ്ണീറാക്കാൻ ഒരു വർഷവും 3 മാസവും എടുത്ത് ഗസയെ തകർത്തു തരിപ്പണമാക്കുന്ന ഇസ്രായേലിൻ്റെ ഓപ്പറേഷന് മുഴുവൻ കൂടെ നിന്നവരാണ്, അവിടെ വിധി നിർണ്ണയിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് അവരുടെ സ്വന്തം രാജ്യത്ത് ഇങ്ങനെയൊരു പ്രകൃതിക്ഷോഭം വന്നിട്ട് എന്തുകൊണ്ടാണത് നിയന്ത്രിക്കാൻ കഴിയാത്തതെന്ന ചോദ്യം ലോകം ചോദിക്കുന്നു. ആ ചോദ്യം നമ്മളും ചോദിക്കുന്നു. പലരും പറയുന്നു അത് ഗസയിൽ കാട്ടിക്കൂട്ടിയതിനുള്ള, ഇസ്രായേലിനെ പിന്തുണച്ചതിനുള്ള ഒരു പ്രകൃതിയുടെ തിരിച്ചടി എന്ന നിലയിൽ കാണാമെന്ന്. അത് അങ്ങനെയാണെന്നല്ല, അങ്ങനെ വേണമെങ്കിൽ കാണാമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഗസയുടെ ഇമേജും അതുപോലെ തന്നെ ഈ കാലിഫോർണിയയിൽ, ലോസ് ഏഞ്ചൽസിലൊക്കെ തകർന്ന പ്രദേശങ്ങളുടെ ഇമേജും ചേർത്ത് വെച്ചുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെയുണ്ട്, അത് തന്നെ തെളിവാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ആ വാദം ഉന്നയിക്കുന്നവർ പോലും, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നവർ പോലും തീവ്ര ചിന്താഗതിക്കാരാണ്, ഒരു മതത്തിൻ്റെ അടയാളമുള്ള ആളുകളാണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങ് വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന വിധത്തിൽ കുറേ പേർ പച്ച നുണകളുമായി ഇറങ്ങിയിരിക്കുന്നു. അവർ പറയുന്നത് ലോസ് ഏഞ്ചൽസിന് ഒന്നും സംഭവിച്ചില്ല എന്നാണ്. അക്കൂട്ടരെ ഒന്നുകൂടി കാണുക ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത. പത്രത്തിൽ രാവിലെ വന്ന വാർത്തയാണ്. ഇന്നലെയും മിനിഞ്ഞാന്ന് നോക്കിയാണ് അമേരിക്കയിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ഇവർ പ്രചാരണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇപ്പോൾ നോക്കുക, അതിൻ്റെ തലക്കെട്ട്: തീക്കാറ്റടങ്ങുന്നില്ല, കൂടുതൽ ഒഴിപ്പിക്കൽ, UST 89,000 പേരെ കൂടി ഒഴിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രദേശമാകെ ഗസയെ പോലെ വെണ്ണീറായി കിടക്കുന്ന ഒരു ദൃശ്യം, ഒരു ഫോട്ടോ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കുക. അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനം ചിലയിടങ്ങളിലെ വൻ തീ കെടുത്തിയെങ്കിലും മണിക്കൂറിൽ 129 കിലോമീറ്റർ വേഗമുള്ള കാറ്റിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പുറത്തുവന്നു. വരണ്ട പുൽമേടുകളുള്ള സാന്റാ ആനയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോസ് ഏഞ്ചലസ് കൗണ്ടിയിൽ 89,000 പേർക്ക് കൂടി ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി. ലോസ് ഏഞ്ചൽസിലും സദേൺ കാലിഫോർണിയ കൗണ്ടികളിലുമായി 8,500 അഗ്നിശമന സേനാംഗങ്ങളാണ് രക്ഷാദൗത്യങ്ങളിൽ ഇപ്പോഴും പങ്കെടുക്കുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. 100,000 പേരെ മാറ്റിപ്പാർപ്പിച്ച കാട്ടുതീയിൽ 24 പേരാണ് കൊല്ലപ്പെട്ടത്. 12,000 കെട്ടിടങ്ങൾ പരിപൂർണമായി നശിച്ചു എന്നും പറയുന്നു. സാന്റാ ക്ലാര നദീതടങ്ങളിലെ ഉണക്കപ്പുൽമേടുകളിൽ പടരുന്ന തീ കാറ്റിൽ അടുത്ത പ്രദേശങ്ങളിലേക്ക് ആളിപ്പടർന്നേക്കുമെന്നതാണ് വലിയ ഭീഷണി. ഹേസ്റ്റ്, കെനത്ത് മേഖലകളിൽ തീ അണച്ചുവെങ്കിലും ഈ പറയുന്ന മറ്റു പല പ്രദേശങ്ങളിലും തീ വ്യാപിക്കുന്നുവെന്ന് ഈ മനോരമ പത്രത്തിൻ്റെ റിപ്പോർട്ടിൽ പോലും പറയുന്നു. ഇനി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയ്ക്ക് അധിക ധനസഹായം പ്രഖ്യാപിച്ചു. അവിടെ
റെഡ് അലർട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ തിങ്കളാഴ്ച അധികാരമേറ്റതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ദുരന്ത മേഖല സന്ദർശിക്കും. തീ അണയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ജലവകുപ്പിൻ്റെ സംഭരണിയിൽ വെള്ളമില്ലാത്തത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കി. പിന്നെ ഏതാണ്ട് 40,000-ഓളം ഏക്കർ പല ഭാഗങ്ങളിലായി മൊത്തത്തിൽ കത്തി നശിച്ചതിൻ്റെ കണക്കുകളും വരികയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇത് ഈ സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണ്. അത് തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന മട്ടിൽ ചർച്ച നടക്കുമ്പോൾ അമേരിക്ക തങ്ങളുടെ പൂർവ്വ നിലപാടൊക്കെ മാറ്റിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്ന നിലയിലേക്ക് ചർച്ചകളെ കൊണ്ടുപോവുകയാണ്. അതൊരു പക്ഷേ ഈ തിരിച്ചടികൾ ജോ ബൈഡനെ കനത്തതുകൊണ്ടായിരിക്കും. അതായത് ഇസ്രായേലിനെ പരിപൂർണമായി സഹായിക്കുകയും യുദ്ധത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുകയും, അല്ലെങ്കിൽ വലിയ മാനസികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ആയുധപരമായിട്ടുമൊക്കെ വലിയ പിന്തുണ ഇസ്രായേലിന് നൽകിയതിന് ശേഷം ജോ ബൈഡൻ എന്ന ഭരണാധികാരിക്ക് എന്താണ് സംഭവിച്ചത്? തകർന്നു തരിപ്പണമായ അയാളുടെ സാമ്രാജ്യം, ഭരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു, തുടർഭരണത്തിൽ നിന്ന് താഴെപ്പോയി. ഈ യുദ്ധത്തിന് വലിയ സഹായം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനി അധികാരത്തിൽ തുടരില്ല, ജനങ്ങൾക്കിടയിൽ നിങ്ങളോടുള്ള വെറുപ്പ് വർദ്ധിക്കുകയാണ്, ഇസ്രായേലിനെ പിന്തുണച്ചു എന്നത് നിങ്ങൾക്കെതിരായ വോട്ടായി മാറുമെന്നൊക്കെ പലതരത്തിലുള്ള വിലയിരുത്തലുകളും മുന്നറിയിപ്പുകളും ജോ ബൈഡന് ലഭിച്ചിരുന്നു. അത് പ്രാവർത്തികമാകുന്ന, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്ന് മാത്രമല്ല, അവസാന ഘട്ടത്തിൽ, അതായത് ഏറ്റവും ഒടുവിൽ പടിയിറങ്ങുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ ജനുവരി 20 വരെ ജോ ബൈഡൻ തന്നെയാണ് പ്രസിഡന്റ്. ആ അവസാന ദിവസങ്ങളിൽ ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വന്ന ഒരു പ്രസിഡന്റ് കൂടിയായി ജോ ബൈഡൻ മാറുകയാണ്. അതായത് ഈ കാട്ടുതീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ആവശ്യത്തിന് ജലസംഭരണിയിൽ വെള്ളമില്ലായിരുന്നു, ഈ പ്രകൃതി ദുരന്തം ഈ വിധത്തിൽ രൂക്ഷമാക്കിയത് ഭരിക്കാനറിയാത്ത ഭരണകൂടമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സർവ്വജനങ്ങളുടെയും പ്രാക്ക് കേട്ട്, അല്ലെങ്കിൽ അവരുടെ മുഴുവൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന മട്ടിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസാനവട്ട പേര് കൂടി ചാർത്തപ്പെട്ടിട്ടാണ് ജോ ബൈഡൻ ഇറങ്ങിപ്പോകുന്നത്. അത് ജോ ബൈഡനെ സംബന്ധിച്ച് ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള തിരിച്ചടി എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് വെച്ച് ഉടനെ തന്നെ നിങ്ങൾ ഹമാസന്മാരായി, ഇസ്ലാമിസ്റ്റുകളായി എന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ നടക്കുന്ന ഇവിടുത്തെ കുറേ എംബോക്കികളുണ്ട്. ഇവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ പോസ്റ്റർ അടിച്ചു വിടുകയാണ് സോഷ്യൽ മീഡിയയിൽ. ലോസ് ഏഞ്ചൽസിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്നത് തീവ്ര നിലപാടുകാരാണ്, മറ്റേതാണ് മറിച്ചതാണെന്നും പറഞ്ഞ് ഒരു അടിസ്ഥാനവുമില്ലാതെ ഉണ്ടയില്ല വെടികളും പച്ച നുണകളും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകൾ ആദ്യം മുതലേ പറയുന്ന ചില പച്ച നുണകളുണ്ട്. ഹമാസ് ഇന്ന് തീരും, നാളെ തീരും, മറ്റന്നാൾ തീരും, അതിൻ്റെ പിറ്റന്നാൾ തീരും, ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ സമുദ്രജലം വരും, അവിടെ ബോംബിടും, അവിടെ അത് പറിക്കും, ഇത് പറിക്കും, ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ബന്ദികളെ മുഴുവൻ ഇപ്പോൾ ജീവനോടെ കൊണ്ടുപോകും, പലസ്തീൻ ഇല്ലാതാകും, ഗസയിൽ ഇനിയും ആയിരക്കണക്കിന് പേർ ക്രൂരമായി കൊല്ലപ്പെടും, അത് അവരുടെ വിധിയാണ്, അവർ ചെയ്തു കൂട്ടിയതിന് തിരിച്ചടിയാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള വർഗീയ ഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടം ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വാർത്ത, അല്ലെങ്കിൽ ഈ വിഷയം തുടങ്ങി അന്ന് മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയം ഇപ്പോഴൊന്നും തീരില്ല, ഹമാസിന് അങ്ങനെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റില്ല, ഇപ്പോഴും തീർത്തിട്ടില്ല. എൻ്റെ പഴയ വീഡിയോയിൽ നോക്കി അറിയാം. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഹമാസ് പരിപൂർണമായി അവസാനിക്കുകയും ബന്ദികളെ മുഴുവൻ ഇസ്രായേൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നടക്കാൻ പോകുന്നില്ല. അത് പ്രവചനമൊന്നുമല്ല, അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണയുള്ളത് കൊണ്ടാണ്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിച്ചറിവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതിൻ്റെ പേരിൽ ഞാനൊരു വർഗീയവാദിയാണ്, തീവ്രവാദിയാണെന്നും പറഞ്ഞ് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയിലെ യാഥാർത്ഥ്യം ഇതാണ്. ലോസ് ഏഞ്ചൽസിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ കുറേ ഗീർവാണങ്ങൾ അടിക്കുന്നവർ മനസ്സിലാക്കുക. ഇന്നത്തെ മനോരമ പത്രത്തിൽ പോലും ആ രീതിയിൽ വന്നിരിക്കുന്ന വാർത്ത നിങ്ങൾ കണ്ടു. അത് മനോരമയിൽ മാത്രമല്ല, എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അമേരിക്കയിൽ അടുത്ത കാലത്തൊന്നും ദുരിതമൊഴിയില്ല എന്ന് മാത്രമല്ല, ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുന്ന തരത്തിലേക്ക് പെട്ടെന്നൊരു നിലപാട് മാറ്റം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലയിലേക്ക് ജോ ബൈഡൻ തീവ്രമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഒരു സൽപ്പേരുണ്ടാക്കി ഇറങ്ങണമെന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഇനിയും തിരിച്ചടികൾ വാങ്ങിക്കൂട്ടാൻ വയ്യ എന്ന തരത്തിലേക്ക് ജോ ബൈഡൻ മാറി ചിന്തിച്ചതാണോ എന്നും ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും അമേരിക്കയിൽ സ്ഥിതിഗതികൾ ഒട്ടും സുരക്ഷിതമല്ല, അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം തീരെ മോശമല്ലാതായിട്ടില്ല. വളരെ മോശമായ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് യാഥാർത്ഥ്യം. അത് പറയുന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും മതവുമായി കൂട്ടിക്കെട്ടി തീവ്ര ചിന്താഗതിക്കാരൻ എന്നൊക്കെ പറയുന്നവർക്ക് തലയ്ക്കെന്തോ കാര്യമായ അസുഖമുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.